സമകാലിക സമൂഹത്തിൽ വായന ലഹരിയാക്കി ജീവിത വിജയം കൈവരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ പറഞ്ഞു. KSEB എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. KSEB എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന സൊസൈറ്റിയാണ്. എല്ലാ വർഷവും ഇതുപോലെ കുട്ടികളെ, ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ നിങ്ങൾ ആദരിക്കുന്നുണ്ട്. ഈ സൊസൈറ്റിയിൽ അംഗങ്ങളായവരുടെ മക്കളെയാണ് ആദരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന KSEB കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. 10ാം ക്ലാസ്സും പ്ലസ് ടുവിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഇവിടെ ആദരിക്കുന്നത്. കഠിനമായ സമ്മർദ്ദങ്ങൾക്കിടയിലും മികവ് തെളിയിച്ചവരാണ് നിങ്ങൾ. SSLCക്ക് നല്ല മാർക്ക് വാങ്ങി, പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങി. നിങ്ങളുടെ സ്കൂൾ, നിങ്ങളുടെ പ്രിൻസിപ്പൽ, നിങ്ങളുടെ HM, നിങ്ങളുടെ അധ്യാപകർ, അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾ, PTA, സ്കൂളിൽ ശക്തമായി PTA ഉണ്ടാവും, അവരുടെയൊക്കെ പിന്തുണ നിങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ ഇച്ഛാശക്തി ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് നിങ്ങൾക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത്. 10ാം ക്ലാസ്സിൽ പാസ്സായവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഏതാണ്? സയൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ ആ രീതിയിൽ, കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ ആ രീതിയിൽ, ഹ്യൂമാനിറ്റീസ് എടുക്കാൻ താല്പര്യമുള്ളവർ ആ രീതിയിൽ. ഞാൻ പ്ലസ് 2 അധ്യാപികയായിരുന്നു. ഞാൻ 3 വർഷമായി ഞാൻ റിട്ടയർ ചെയ്തിട്ട് എൻ്റെ നാട്ടിൽ സെക്രട്ടേറിയറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായി ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ മുന്നിൽ എത്തുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും പറയാറുണ്ട്, സയൻസ് വേണ്ടായിരുന്നു, പക്ഷെ പാരൻസ് സമ്മതിക്കുന്നില്ല, അവർക്കൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ട് കുട്ടികളെ കുറിച്ച്. അങ്ങനെ ചിലരൊക്കെ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് പിന്നീട് കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലേക്കും ഒക്കെ മാറുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ താല്പര്യം എന്താണോ അതനുസരിച്ച് വേണം കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ. നിങ്ങളെല്ലാവരും, ഇത് ഡിജിറ്റൽ തലമുറയാണ്. മാതാപിതാക്കളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഏത് കോഴ്സ് എടുക്കണം, എന്താണ് താല്പര്യം എന്നൊക്കെ കുട്ടികൾ ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും നിങ്ങളൊക്കെ കോഴ്സുകൾ എടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. സംഘം പ്രസിഡന്റ് K. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. VK പ്രേമൻ, PS രഞ്ജിത് കുമാർ, KC രാജൻ, V. ദാമോദരൻ, CP ചന്ദ്രൻ, SN റനിൽകുമാർ, K. മുകുന്ദൻ, KK രഞ്ജിത്ത്, സജിത പാങ്ങാട്, EM ഷൈനി എന്നിവർ സംസാരിച്ചു.